ഹലോ നമസ്കാരം. മലയാളി ട്രാവൽ ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലാണ്. കടുത്തുരുത്തിയിലെ മാംഗോ മഡോസ് അഗ്രികൾച്ചർ തീം പാർക്കിലാണ്. യാത്ര പുറപ്പെട്ടത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്ക് അടുത്തുള്ള കാരമ്പേലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഞങ്ങളൊരു വളരെയേറെ പ്രത്യേകതയുള്ളൊരു യാത്രയാണ് നമ്മുടെ ഇന്നത്തെ. കാരണം ഞങ്ങളുടെ കുട്ടിക്കാല കൂട്ടുകാർ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 10th സ്റ്റാൻഡേർഡ് വരെ ഒന്നിച്ച് പഠിച്ച ഞങ്ങളുടെ ഒരു കൂട്ടായ്മ. ഞങ്ങൾ കാരമ്പേലിലെ 3 സ്കൂളിലായിട്ട് പഠിച്ച ആൾക്കാരാണ്. ഗവൺമെൻറ് LP സ്കൂൾ കാരമ്പേലി, MD UP സ്കൂൾ കാരമ്പേലി, SNDP ഹൈസ്കൂൾ കാരമ്പേലി, ഇങ്ങനെ 3 സ്കൂളുകളിലായിട്ട് പഠിച്ച ഞങ്ങളുടെ ഒരു കൂട്ടായ്മ. ഏതാണ്ട് 50ഓളം ആൾക്കാരുള്ള കൂട്ടായ്മ. ഞങ്ങൾ കുറേ ആൾക്കാർ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ ഉള്ള കുറച്ച് ആൾക്കാർ ഇന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു യാത്ര ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കുകയാണ്. ടിക്കറ്റ് എടുത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും പിന്നീട് വിശദീകരിക്കാം. ഇപ്പം ആദ്യം ടിക്കറ്റ് എടുക്കണം. നേരത്തെ നമ്മൾ വിളിച്ച് പറഞ്ഞിരുന്നു നമ്മളിവിടെ എത്തുന്ന കാര്യം, ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വരുന്നുണ്ട്, നേരത്തെ അറിയിച്ചെന്ന് മാത്രം. അപ്പോൾ ഇവിടെ കാര്യങ്ങളെല്ലാം ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ടിക്കറ്റ് ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ളത്, ഏതാണ് നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കേണ്ടത്, അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൽ ടിക്കറ്റ് എടുക്കുകയാണ്. ടിക്കറ്റ് സാധാരണ ദിവസം 350 രൂപയും അല്ലാത്ത ദിവസം അവധി ദിവസങ്ങളിൽ 400 രൂപയാണ്. അത് എന്താണെന്നറിയില്ല, തിരക്ക് കൂടുന്നുണ്ടാകുന്നോ എന്നറിയില്ല. പക്ഷേ ഇന്നും അവധി ദിവസമായിട്ട് നമ്മൾ 400 രൂപ വെച്ച് കൊടുത്തു. പിന്നെ ഫുഡിന് സെപ്പറേറ്റ് ചാർജ് ഉണ്ട്, അതിന് ടോക്കൺ എടുക്കണം. അത് വെജും നോൺ വെജും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അകത്ത് കയറുകയാണ്. അകത്ത് കയറി കഴിഞ്ഞാൽ അവരൊരു മാംഗോ മഡോസ് എന്താണെന്നതിനെക്കുറിച്ചൊരു ഇൻട്രഡക്ഷൻ നമുക്ക് തരുന്നുണ്ട്. അതിനുശേഷം ഒരു ഗൈഡിനെ നമ്മുടെ കൂടെ വിടുന്നുമുണ്ട്. അപ്പോൾ ആ ഗൈഡിനെ നമ്മളെ കാണിച്ചു തരാൻ വേണ്ടി അവർ വിളിച്ചു. അപ്പോൾ നമ്മളവിടെ കയറി എല്ലാവരും ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മളത് കേട്ടതിന് ശേഷം യാത്ര തുടരാം. എക്സ്ട്രാ ചാർജ് വരുന്നത് ബസ് ട്രെയിന് ചിക്കാര കോട്ടയ്ക്ക് 10 ഡേ തിയേറ്റർ ഫുഡായിട്ടാണ്. ഇതൊക്കെയാണ് സെപ്പറേറ്റ് ചാർജ് വരുന്നത്. ഈ കാണുന്ന 3 പേരൊക്കെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ഫുഡ് കഴിക്കാൻ ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ടൈമിൽ റെസ്റ്റോറൻറ്റിൽ കയറുക. 5 മണിക്ക് പാർക്കിൻ്റെ ക്ലോസിംഗ് ടൈമാണ്. സ്വിമ്മിംഗ് പൂളൊക്കെ വരുന്നത് ഫ്രണ്ടിലാണ്. പബ്ലിക് പൂള് 1 hour ഫ്രീ ഉണ്ട്. ഒരു ഗൈഡിനെ കിട്ടി. ഗൈഡ് നമ്മുടെ കൂടെ വന്ന് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. ഇത് റൈറ്റ് സൈഡിൽ ഒരു കിഡ്സിന് കളിക്കുന്ന ഒരു സ്ഥലമാണ്. കുറേ എന്തൊക്കെയോ റൈഡുകൾ ഇതിനകത്തുണ്ട്. ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ ആ കുട്ടി പോകും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വന്ന് വിശദമായിട്ട് നമുക്ക് കാണാനുള്ള സമയമുണ്ട്. അതുകൊണ്ടൊരു തേയിലത്തോട്ടമാണ്, ടീ ഗാർഡൻ. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെ ഓരോ വൃക്ഷങ്ങൾ, ഓരോ കൃഷികൾ, ഇതെല്ലാം എല്ലാത്തിനും ബോർഡിൽ ഇതെല്ലാം കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം വായിച്ച് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് ബോർഡുകളുണ്ട്, ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. ഏതാണ്ട് 30 ഏക്കറിൽ ഏതാണ്ട് 4500 മേൽ വൃക്ഷങ്ങളും അതുപോലെ തന്നെ പല പല കൃഷികളും എല്ലാം ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. എല്ലാം ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കാണാൻ പറ്റും. അതുപോലെ ഇവിടെ താമസിക്കാൻ കോട്ടേജുകളുണ്ട്. അതിന് പ്രത്യേക റേറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ താമസിക്കേണ്ടവർക്ക് അവിടെ താമസിക്കാം. റെസ്റ്റോറൻറ്റുകളുണ്ട്, ഒരു ATM ഉണ്ട്, ഒരു മോസ്ക് ഉണ്ട്. അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ഉള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് നമുക്കിവിടെ ലഭിക്കും. 30 ഏക്കർ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. ഒരുപാട് റൈഡുകളുണ്ട്. അപ്പോൾ റൈഡുകളിൽ ചിലത് ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും വൃക്ഷങ്ങളുടെ പേരുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. എല്ലാ മരങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അത് പ്രത്യേക ഒരു ആദ്യത്തെ ഒരു അനുഭവമാണ്, ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും മരങ്ങളുടെ പേരുകൾ അറിയാത്തതുകൊണ്ട് നമ്മളത് നോക്കി വായിച്ചു കഴിഞ്ഞു. എല്ലാ മരങ്ങളും നമുക്ക് അറിയുകയില്ല. അപ്പോൾ എല്ലാ ബോർഡുകളും ഇവിടെ ഉണ്ട്. എല്ലാ മരങ്ങളുടെയും ഫ്രണ്ടിൽ ബോർഡുകളുണ്ട്. അങ്ങനെ നമ്മൾ മീനോട്ട് പാലത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ നമ്മൾ മീന് ഫുഡ് കൊടുക്കുകയാണ്. നല്ലൊരു മനോഹരമായ ഒരു കുളം, നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. നല്ല വൃത്തിയുണ്ട്. ഇത്രയും ആൾക്കാർ ഇവിടെ കയറി, ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും മീന് ഫുഡ് കൊടുക്കുന്നു. ഈ മീനെ തന്നെയാണ് പിടിച്ച് നമുക്ക് ഉച്ചയ്ക്ക് ഫിഷ് വേണ്ടിയവർക്ക് ഫിഷ് കറി വെച്ചും ഫിഷ് ഫ്രൈ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് നല്ല ധൈര്യത്തോടെ കഴിക്കാം. നല്ല വൃത്തിയുള്ള കുളത്തിൽ ജീവിക്കുന്ന ഫിഷാണ്. അപ്പോൾ ധൈര്യമായിട്ട് കഴിക്കാം. ഭയങ്കര തിരക്കാണല്ലോ, അങ്ങോട്ട് പോകാൻ പറ്റാത്തതിനോട് തിരക്ക്. എന്തായാലും തിരിച്ചു വന്നു. നമ്മുടെ ഗൈഡിൻ്റെ സേവനം നമ്മൾ തന്നെ അവസാനിപ്പിച്ചു. നമുക്ക് പലതും ശരിക്കും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ
ആ കുട്ടിയെ പറഞ്ഞു വിട്ടു. നമ്മളിനിയും ആദ്യം തൊട്ട് ഒന്നുകൂടെ ഒന്ന് എല്ലാം കണ്ടുവരാമെന്ന് തീരുമാനിച്ചു. ആദ്യം ട്രെയിൻ കാണാമെന്ന് വെച്ചു. ട്രെയിനിന് സെപ്പറേറ്റ് ചാർജ് കൊടുക്കണം. പിന്നെ ഈ റിക്ഷയുണ്ട്, അതിന് ചാർജ് കൊടുക്കണം. ഇതെല്ലാം ഇലക്ട്രിക്കൽ ചാർജ്, ബാറ്ററി ചാർജ് ചെയ്ത് കൊടുത്ത സാധനങ്ങളാണെല്ലാം. പിന്നെ ഈ ബസ്സുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കാശ് കൊടുത്ത് പോകും. പിന്നെ അതുപോലെ ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ ATM ഉണ്ട്, പിന്നെ മോസ്ക് ഉണ്ട്, നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കുട്ടിക്കാല കൂട്ടുകാർ ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, ഇവിടെ തന്നെ അതിമനോഹരമായൊരു കവാടം കുട്ടികളുടെ പാർക്കിനകത്തുണ്ട്. അതുപോലെ ഉള്ളിൽ ചെന്നപ്പോൾ വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. ബാലരമയ്ക്കകത്തെ പഴയ കഥാപാത്രങ്ങൾ, കുട്ടൂസനും ഡാഗിനിയും മായാവിയും ലുട്ടാപ്പിയും രാജു രാധ എല്ലാം കൊണ്ടിരിക്കുന്നു. പണ്ട് ബാലരമ വരാൻ വേണ്ടി നമ്മളിങ്ങനെ അക്ഷമരയുടെ കാത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് വന്നപ്പം ആ കുട്ടിക്കാല കൂട്ടുകാരെല്ലാം കൂടെ ഞങ്ങൾ ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. വളരെ രസകരമായ ഒരു സംഭവമായിട്ട് തോന്നി. നല്ല മനോഹരമായ ഒരു കുട്ടികളുടെ പ്ലേയിങ് ഏരിയ, അതുപോലെ തന്നെ ഒരുപാട് ഗെയിംസും മറ്റു കാര്യങ്ങളും ഉണ്ട്. അവിടെ റൈഡുണ്ട്, പല കാര്യങ്ങളും കുട്ടികൾക്ക് ചെയ്യാനുള്ളതുണ്ട്. അവരെല്ലാം ചാടി മറിയുകയാണ്. നല്ല കുട്ടികൾക്ക് വളരെ സന്തോഷം പകരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ എല്ലാം മ്യൂസിക്കെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് യൂട്യൂബിൽ അത് ശരിയാകത്തുണ്ട്. നമ്മുടെ ആ പാട്ടുകളൊക്കെ നമുക്ക് കോപ്പിറൈറ്റ് വരുന്നുണ്ട്. നമ്മളതൊന്നും എല്ലാം മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ആൾക്കാരെല്ലാം തന്നെ ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് എല്ലാവരും. അപ്പോൾ നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെയാണ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാനും ഒന്ന് ഇരിക്കാൻ പോവുകയാണ്. ഇരുന്നിട്ട് നമുക്ക് വീണ്ടും തുടങ്ങാം. ഹായ്, യൂട്യൂബ് ചാനൽ ഏത് ചാനലാ? പേരൊന്ന് പറയാമോ? പേരില്ലാത്ത ചാനലാണ് മലയാളി ട്രാവൽ. ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്, വാലന്റൈൻസ് ഗാർഡൻ. ഒരു മനോഹരമായ മരമുണ്ട് ചുറ്റിപ്പണഞ്ഞ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് വന്ന ഒരു ആവശ്യത്തിന് വന്നപ്പോൾ ഒരു ബോർഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതൊരു വാട്ടർ തീം പാർക്കല്ല, ഇതൊരു അഗ്രികൾച്ചർ പാർക്കാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. വളരെ സന്തോഷം തോന്നി. സത്യമായ രീതിയിൽ തന്നെ പറയുന്നതിന് വളരെ സന്തോഷം. അപ്പോൾ ഞങ്ങൾ വീണ്ടും നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് കുട്ടിക്കാല കൂട്ടുകാർ, ഞങ്ങളുടെ കൂട്ടായ്മയിലെ പല ആൾക്കാരും അമേരിക്കയിൽ, UK, മിഡിൽ ഈസ്റ്റിൽ, മലേഷ്യയിൽ, അങ്ങനെ പല രാജ്യങ്ങളിൽ, ഇന്ത്യയിലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പം നാട്ടിലുള്ള ആൾക്കാരാണ് ഈ കൂട്ടായ്മയിൽ വന്നത്. കുറച്ച് ആൾക്കാർ എറണാകുളത്തു നിന്നും ആലുവയിൽ നിന്ന് വന്നു. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വന്നു. ഞങ്ങളുടെ കൂട്ടുകാർ ബാക്കിയുള്ളവരൊക്കെ പത്തനംതിട്ടയിൽ നിന്ന് വന്നു. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും റെസ്റ്റൊക്കെ എടുത്തു. വീണ്ടും സ്റ്റാച്ചു, കുറേ സ്റ്റാച്ചു ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ കുറേ മരങ്ങൾ, ഇതൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഇതൊക്കെ സത്യത്തിൽ ഇത് ഒരു ദിവസം കൊണ്ടൊന്നും ഈ കാഴ്ചകളൊന്നും നമുക്ക് കണ്ടു തീരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് മരങ്ങൾ, ഈ 10,4500 ഡിഫറെൻറ്റ് ടൈപ്പ് മരങ്ങൾ, ഇതൊക്കെ നമുക്ക് കണ്ടു തീരാൻ പറ്റും. ഈ ബോർഡുകൾ വായിക്കാൻ തന്നെ നല്ല സമയമെടുക്കും. പക്ഷേ എന്തായാലും പഠിക്കുന്ന കുട്ടികൾക്ക്, അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് താല്പര്യം ഉള്ള ആൾക്കാർക്കൊക്കെ വളരെ നല്ല ഒരു സ്പോട്ടാണിത് എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഇതിനകത്ത് ചില വൈവിധ്യങ്ങൾ നിറഞ്ഞ ചില പ്ലാന്റ്സ്, ഇപ്പം ചില എന്തോ ചില പ്ലാന്റ്സ്, പല പല പ്ലാന്റ്സ് ഉണ്ട്. നമുക്കത് ബോർഡ് ഓരോന്നും വായിച്ചു നോക്കണം. ഞാനിതുവരെ കേട്ടിട്ടില്ലാത്ത ചില പ്ലാന്റ്സ് ഉണ്ട് ഇതിനിവിടെ. ഇത് നമ്മൾ ബൈബിൾ സ്റ്റാച്യു ആണ്. ലോകത്തിലെ ഏറ്റവും വലുതായിട്ടുള്ളത്, ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ സ്റ്റാച്യു. അപ്പം പിന്നെ ഒരു ഗുരുവും 2 ശിഷ്യന്മാരും ഇരിക്കുന്ന ഇത്. അത് കഴിഞ്ഞ് നമ്മൾ നല്ല മനോഹരമായ ഒരു ഏറിയയാണ്. പാടശേഖരത്തിന് നടുക്കാണ് ഈ 30 ഏക്കർ. വേണ്ടേ? അതുപോലെ ബോട്ട് സവാരി, ഇത് ഫ്രീ ആയിട്ടുള്ള സവാരിയാണ്. ഇത് ആർക്ക് വേണമെങ്കിലും നമുക്ക് കയറാം. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഫ്രണ്ട്സാണ് ആ ബോട്ടിലുള്ളത്. പാട്ടും പാടി അങ്ങനെ അവർ ഉല്ലസിച്ച് പോവുകയാണ്. എനിക്ക് വലിയ താല്പര്യം തോന്നാത്തതുകൊണ്ട് ഞാൻ ആ ബോട്ടെ കയറിയില്ല. എനിക്ക് ആ വെള്ളം അത്ര ഇഷ്ടപ്പെട്ടില്ല. കലങ്ങി മറിഞ്ഞു കിടക്കുന്ന വെള്ളം ആയതുകൊണ്ട് ഞാൻ കയറിയില്ല. പക്ഷെ അധികം ആഴമൊന്നുമില്ല. സാധാരണ നാട്ടിലെ ഒരു തോട്, അത്രയും വെള്ളമേ ഉള്ളൂ. പിന്നെ ഇതാ ഒരു വാഴക്കൊല, ചങ്ങമ്പുഴയുടെ വാഴക്കൊല ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് കാണാം. പിന്നെ നല്ലൊരു ശിവന്റെ സ്റ്റാച്ചു, ശിവൻ നല്ല ധ്യാനത്തിലിരിക്കുന്ന സ്റ്റാച്ചു. വീണ്ടും ആ വാഴക്കൊലയുടെ മറ്റു രംഗങ്ങൾ, ഇതെല്ലാം പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല.
ഇവിടെ പിന്നെ ഉണ്ട് നല്ലൊരു എന്തൊക്കെയോ നിർമ്മിതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ വാഴക്കൃഷി, നല്ലൊരു വാഴത്തോട്ടമുണ്ട്. പിന്നെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അങ്ങനെ ഉച്ചയായി. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. എൻ്റെ ഫ്രണ്ടിലുള്ള ടേബിളിലുള്ള ആൾക്കാരെ മാത്രമേ, ലതയും പ്രീതിയും സുധയും എൻ്റെ ഫ്രണ്ടിൽ, പിന്നെ തൊട്ടുപുറത്ത് അജിതയുണ്ട്, പ്രീതിയുടെ മോനും. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഇറങ്ങി. അത് കഴിഞ്ഞ് തണ്ട വീണ്ടും ആ ബൈബിൾ സ്റ്റാച്യുവിൻ്റെ അടുത്തൂടെ നമ്മളിങ്ങനെ വീണ്ടും പോവുകയാണ്. നമ്മൾ ആ ഇട്ടാവട്ടത്തിൽ ആണ് കൂടുതലും കറങ്ങിയത്. പലതരത്തിലുള്ള കൃഷികൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ എല്ലാം. അതിനിടയ്ക്ക് ടുബാക്കോ ഉണ്ട്. പല കൃഷികൾ മിക്സായിട്ടാണ് കൃഷി ചെയ്യുന്നത്. നല്ല രസമുണ്ട്. നല്ല രീതിയിൽ തന്നെ അത് കൃഷി ചെയ്യുന്നു. എന്തായാലും ഇത് നല്ലൊരു പണിയാണ്. വളരെ പല ടൈപ്പിലുള്ള കിഴങ്ങുകൾ എല്ലാം അവിടെ ഉണ്ട്. പിന്നെ തെങ്ങുണ്ട്, പ്ലാവുണ്ട്, പിന്നെ ചില ചെടികളൊക്കെ ഉണ്ട്. വഴുതന, പ്ലാവ് എല്ലാം കൂടെ മിക്സായിട്ടാണ് വെച്ചിരിക്കുന്നത്. ട്രീയും പ്ലാന്റ്സും പച്ചക്കറിയും എല്ലാം കൂടെ. ഇത് കണ്ട് നമ്മുടെ കുരുമുളക് കൃഷി അതിനിടയ്ക്കുണ്ട്. അതിനിടയ്ക്ക് കണ്ട് വളരെ ഒരു വ്യത്യസ്തമായിട്ടൊരു ചുമട് താങ്ങി വെച്ചിരിക്കുന്നു. പണ്ട് കാലത്ത് റോഡ് സൈഡിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധനം ഇവിടെ ഉണ്ടത് ഒരെണ്ണം വെച്ചിരിക്കുന്നു. പിന്നെ നക്ഷത്രവനം, ഒരു സ്ത്രീ നിൽക്കുന്ന രീതിയിൽ ഒരു സ്റ്റാച്യു പോലെ മരത്തെ അങ്ങനെ ആക്കിയെടുത്തിരിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ക്ലൈമറ്റാണ്. നമ്മുടെ പുറത്തിപ്പം ഭയങ്കര ജനുവരിയിൽ ഭയങ്കര പകൽ സമയത്ത് ഭയങ്കര ചൂടാണ്. പക്ഷേ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേന് നല്ല തണുപ്പാണ്. ഇത്രയും മരങ്ങൾ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷെങ്കിൽ. ഒരുപാട് മരങ്ങളാണല്ലോ, ഒരു വനത്തിൻ്റെ പ്രതീതിയാണ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. എന്നാൽ വലിയ വലിപ്പമുള്ള മരങ്ങളുമല്ല. അതുകൊണ്ട് നീലക്കൊടുവേലി എന്ന് പറയുന്ന അപൂർവ ഇനത്തിൽപ്പെട്ട ഒരു സസ്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ നീലക്കൊടുവേലി കാണുന്നത്. പണ്ട് പക്ഷേ ബുക്കുകളിലൊക്കെ വായിച്ചിട്ടുണ്ട് നീലക്കൊടുവേലി. അതുപോലെ വെള്ളച്ചെത്തി, അതുപോലെ പല ഡിഫറൻറ്റ്. ഞാൻ മുമ്പേ പറഞ്ഞതിനോട്ട് ഒരുപാട്. നമ്മൾ ഓരോന്നിനും നമ്മളിങ്ങനെ ക്യാമറ ഫോക്കസ് ചെയ്ത് ഓരോന്നിൻ്റെ പേരെടുത്ത് നമുക്ക് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തൻ്റെ പരശുരാമൻ നിൽക്കുന്ന ഒരു സ്റ്റാച്യു, മടുവറിയാൻ വേണ്ടി ഇങ്ങനെ മഴുവും പിടിച്ച് നിൽക്കുകയാണ്. എന്തായാലും പ്രശ്നം പറ്റിയ കൈ വെക്കുക. എന്തായാലും വെള്ളം കൊടുക്കണം. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ കുട്ടവഞ്ചി സവാരിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആണുങ്ങളാരും തന്നെ എന്തോ താല്പര്യപ്പെട്ടില്ല യാത്ര ചെയ്യാൻ. ലേഡീസ് എല്ലാം കുട്ടവഞ്ചി സവാരി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പുറത്തിറങ്ങി എല്ലാവരും നിൽക്കുന്നുണ്ട്. നല്ല സേഫ്റ്റിയിലാണ്. സേഫ്റ്റി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. അധികം ആഴമില്ല. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവിടെ നോക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോകുന്ന സ്ഥലത്ത് തന്നെ നല്ല അടിപൊളിയായിട്ടൊരു പൂളുണ്ട്, മാംഗോ പൂള്. അവിടെ നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്താൽ നമുക്കവിടെ കുളിക്കാം, സ്വിമ്മിങ് ചെയ്യാം. പക്ഷേ എന്തോ താല്പര്യം തോന്നുന്നില്ല. ഇനി അടുത്ത ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് സമയം 4:30, 4:45 ആയി. അപ്പം നമ്മൾ ചെറിയ ചായക്കടയിലോട്ട് കയറുകയാണ്. നമ്മുടെ നാട്ടിൻപുറത്തെ ചായക്കടയുടെ കൂട്ടം മാംഗോ വിലാസം ടീ ഷോപ്പിലോട്ട് കയറി. അപ്പോൾ ചായക്ക് ഓർഡർ ചെയ്തു. ചായ ഒരു കടിയും കഴിക്കാം എന്ന് വിചാരിക്കുന്നു. നല്ല ആകാശവാണിയുടെ പാട്ട് കേൾക്കാം, ആകാശവാണിയുടെ റേഡിയോ നിലയത്തിലെ പാട്ട് കേൾക്കാം. നമ്മുടെ യൂട്യൂബ് ചാനലായതുകൊണ്ട് നമുക്കതൊക്കെ കോപ്പിറൈറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനതെല്ലാം മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല കടിയൊക്കെ ഉണ്ട്. ചായ കുടി കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോഴാണ് ഈ അർത്ഥവത്തായ ബോർഡ് കാണാൻ സാധിച്ചത്. വളരെ അർത്ഥവത്തായ ഒരു ബോർഡാണ്. ചെടികളും മരങ്ങളും നശിപ്പിക്കരുതെന്ന് എഴുതിയിരിക്കുന്നു. പിന്നെ അതുപോലെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇവിടെ ഷാപ്പുണ്ട്, അതുപോലെ തന്നെ മൺചട്ടി മൺകലമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷെ അതൊന്നും ഇന്ന് പ്രവർത്തനമില്ലായിരുന്നു. അതുകൊണ്ട് ഷാപ്പിലെ കറികളും മറ്റൊന്നും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇനി മറ്റൊരവസരത്തിൽ വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു കാവും കുളവും കണ്ടു. അപ്പോൾ കുളത്തിലോട്ട് ഇറങ്ങി കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് കാവിലൊന്ന് കയറിയിട്ട് നമുക്ക് തിരികെ പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ കാവിലെ കുളത്തിലോട്ട് ഇറങ്ങാൻ ചെന്നപ്പോഴാണ് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ കാവിലെ കുളം കണ്ടപ്പോൾ കറക്റ്റ് കാവിൻ്റെ കുളത്തിൻ്റെ ഒരു പ്രതീതി. അതിനകത്തും മത്സ്യങ്ങളുണ്ട്. അപ്പോൾ കാവിൽ വന്നപ്പോൾ കാവിൽ വിളക്ക് കത്തിക്കുന്നു. നല്ല മനോഹരമായൊരു ദൃശ്യം, കാവിൽ വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ തൊഴുകൈകളോടെ നമ്മളിവിടുന്ന്
ഇറങ്ങുകയാണ്. ഇറങ്ങാൻ സമയമായി, 5 മണിയായി. അപ്പോൾ തിരികെ പോവുകയാണ്. തിരികെ പോകാനായിട്ട് മെയിൻ ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോഴാണ് നമ്മുടെ കൂട്ടുകാർ ബിജോയിയും വൈഫും ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിലിരിക്കുന്നു. അപ്പോൾ അവരത് യാത്ര ആസ്വദിക്കുന്നു. എല്ലാവരും അവർ പ്രായം മറന്ന് ആ യാത്ര ചെയ്യുന്നു. വളരെ സന്തോഷം തോന്നി. അപ്പോൾ നമ്മളിനി തിരിച്ച് വെളിയിലോട്ട് ഇറങ്ങുകയാണ്. അവർ പതുക്കെ ഇറങ്ങി വരട്ടെ, നമ്മൾ മുമ്പോട്ട് തന്നെ പോകുന്നു. അപ്പോൾ വെളിയിലിറങ്ങി കഴിഞ്ഞാൽ കുറേ അത്ഭുത കാഴ്ചകളൊക്കെ വീണ്ടും നമുക്ക് കാണാനുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ മാംഗോ മെഡസിൻ്റെ ഒരു വെജിറ്റബിൾ ഷോപ്പുണ്ട്, കണ്ടു. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് വെജിറ്റബിളൊക്കെ വേണമെങ്കിൽ നമുക്ക് വില കൊടുത്ത് മേടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു നേഴ്സറി, പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഒരു നേഴ്സറിയാണ്. പല തരത്തിലുള്ള വിത്തുകളും തൈകളും എല്ലാം ഇവിടെ കിട്ടും. പക്ഷേ നമ്മൾ തിരുവനന്തപുരത്തു നിന്നൊക്കെ വന്നുകൊണ്ടും മറ്റു സ്ഥലത്തൊന്നും ബസ്സിനൊക്കെ ആയതുകൊണ്ട് നമ്മളതൊന്നും മേടിക്കാൻ നോക്കിയില്ല. പക്ഷെ ഉള്ളിലൊന്ന് കയറി നോക്കി. ആ ലീഫിൻ്റെ അവിടെ നിന്ന് 1-2 ഫോട്ടോ ഒക്കെ എടുത്തു. ഇനിയും പതുക്കെ ബസ്സിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ആൾക്കാരെല്ലാം ഇറങ്ങി, ബസ് റെഡിയായി കിടക്കുന്നു. അപ്പം വിശാലമായ പാർക്കിംഗ് ഇതിൻ്റെ ഫ്രണ്ടിൽ. അങ്ങനെ ബസ്സിൽ കയറി. ബസ്സിൽ ബിജോയുടെ നേതൃത്വത്തിൽ അടിപൊളി ഡാൻസ് തുടങ്ങി. അപ്പോൾ നമ്മുടെ കുട്ടിക്കാല കൂട്ടുകാരിൽ എബ്രോഡിലുള്ള കൂട്ടുകാർ ഞങ്ങൾക്ക് മിഠായി വാങ്ങാനായിട്ട് കുറച്ച് പൈസയൊക്കെ സ്പോൺസർ ചെയ്തായിരുന്നു. അപ്പോൾ അവരെ ഈ സമയത്ത് ഓർത്തുകൊണ്ട് ഫുഡ് കഴിക്കാൻ വണ്ടി നിർത്തണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ അടുത്ത കോട്ടയം കഴിഞ്ഞു ചങ്ങനാശ്ശേരിയിൽ എവിടെയെങ്കിലും നിർത്തണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിർത്തി ഇറങ്ങി. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുകയാണ്. അപ്പോൾ ആഹാരം കഴിക്കുന്നവരെല്ലാം ആഹാരം കഴിക്കട്ടെ. ഞാൻ കഴിച്ചു കഴിഞ്ഞു. എനിക്ക് തിരുവനന്തപുരത്ത് പോകണം. ഞാൻ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഇവിടെ പങ്കെടുക്കാത്ത ആൾക്കാർ, US തൊട്ട് UK തൊട്ട് മിഡിൽ ഈസ്റ്റ് തൊട്ട് ലക്ഷദ്വീപ്, ഇന്ത്യയുടെ ബോംബെയിൽ, നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉള്ള എല്ലാ കൂട്ടുകാർക്കുമായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.